Hallelujah. When John introduced Jesus, he said, he shall baptize you with Holy Ghost and with fire. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയ വേളയിൽ യേശു പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമെന്ന് അവൻ പറയുകയുണ്ടായി. He is mightier than me. അവൻ എന്നേക്കാൾ ബലവാനാകുന്നു. The latchet of whose shoes I am not worthy to unloose. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. Luke the Gospel, 3rd chapter, 16th verse. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. John answered, saying unto them all, I indeed baptize you with water, but one mightier than I cometh, the latchet of whose shoes I am not worthy to unloose. He shall baptize you with the Holy Ghost and with fire. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. Dear children of God, പ്രിയ ദൈവമക്കളെ, our Jesus is the one who baptizes Holy Ghost and with fire. യേശു നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. When he baptizes, അവൻ നമ്മെ അങ്ങനെ സ്നാനം കഴിപ്പിക്കുമ്പോൾ within us and around us that fire comes. നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റും ആ തീ കടന്നു വരുന്നു. Not only that Holy Spirit, പരിശുദ്ധാത്മാവ് വരിക എന്ന് മാത്രമല്ല, that fire experience also. ആ തീയുടെ അനുഭവം കൂടെ വരുന്നു. In these last days, all of us need a fire. ഈ അന്ത്യനാളുകൾ എത്തിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ തീയുടെ അനുഭവം ആവശ്യം. With that fire only we can prepare ourselves for the coming of the Lord. ഈ അഗ്നിനാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ വരവിനായി ഒരുക്കുവാൻ കഴിയുകയുള്ളൂ. In that fire different experience is there. ആ തീയിൽ തന്നെ വിവിധങ്ങളായ അനുഭവങ്ങളുണ്ട്. It is not at all a little fire. ഇത് അക്ഷരികമായ തീയെ അല്ല. We can't compare with little fire at all. അക്ഷരികമായ തീയോട് ഇതിനെ അഭിമുഖിപ്പാനും കഴിയുകയില്ല. It is a heavenly fire. അത് സ്വർഗീയ തീയാകുന്നു. It origins from Zion. അതിന്റെ ഉറവിടം സിയോനാകുന്നു. His fire is in Zion and his furnace in Jerusalem, the word of God says. അവന്റെ തീ സിയോനിലും അവന്റെ ചൂള യെരൂശലേമിലും എന്ന് തിരുവചനം പറയുന്നുവല്ലോ. And this fire from the heart of God. ഈ തീ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള തീയാകുന്നു. It is God's love. അത് ദൈവ സ്നേഹമാകുന്നു. It is God's compassion. അത് ദൈവത്തിന്റെ മനസ്സിലിവാകുന്നു. It is God's wonderful loving nature. അത് ദൈവത്തിന്റെ സ്നേഹിക്കുന്ന അത്ഭുതമേറിയ സ്വഭാവമാകുന്നു. That has set in heaven itself or Zion itself. അത് സിയോനിൽ തന്നെ കത്തിയിരിക്കുന്നു. No one can quench that. അത് ആർക്കും തന്നെ കെടുത്തിക്കളവാൻ കഴിയുകയില്ല. That love of God, it is very fervent toward our life. ആ ദൈവസ്നേഹം നമ്മോട് ഏറ്റവും തീവ്രതയുള്ളതായി കാണപ്പെടുന്നു. Dear child of God, പ്രിയ ദൈവത്തിലെ, this evening time we must participate that fire which is in Zion. നാം സിയോനിലുള്ള തീയിൽ തന്നെ നാം ബന്ധം പുലർത്തുന്നവരായി വൈകുന്നേര സമയം കാണപ്പെടണം. Or that love, or that zeal, or that holiness which is in the heart of God, in that we must be partakers. ദൈവത്തിന്റെ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ സ്നേഹം, ആ വിശുദ്ധി, ആ തീഷ്ണതയിൽ നാം പങ്കുള്ളവരായി മാറണം. It shows different experiences. അത് വിവിധങ്ങളായ അനുഭവങ്ങളെ കാണിക്കുന്നു. All experience we need. എല്ലാ അനുഭവങ്ങളും നമുക്ക് ആവശ്യം തന്നെ. We speak in unknown tongue. നാം അന്യഭാഷകൾ But സംസാരിക്കുന്നുവല്ലോ. do we have that fire? എന്നാൽ ആ തീ നമുക്കുണ്ടോ? Do we receive that fire? ആ തീ നാം പ്രാപിക്കുന്നുവോ? Do we experience that fire? ആ തീ നാം അനുഭവിക്കുന്നുവോ? Do we go along with that fire? ആ തീയോടൊപ്പം ചേർന്ന് നാം നടക്കുന്നുവോ? First of all, this fire speaks about God's presence. ഒന്നാമതായി ഈ തീ കാണിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയാകുന്നു. In Exodus chapter 19, 17, 18 when we read, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 17, 18 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, Moses brought forth the people out of the camp to meet with God, and they stood at the nether part of the mount. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. He asked them to sanctify themselves, അവരെ തങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പാൻ മോശ to wash their clothes, അവരുടെ വസ്ത്രങ്ങളെ അലക്കുവാൻ, to keep their purity. അവരെ ശുദ്ധീകരണം കാപ്പാൻ. And after that, he said, third day you will see God's power. പിന്നീട് പറയുകയാകുന്നു, മൂന്നാം ദിവസം ദൈവത്തിന്റെ ശക്തിയെ നിങ്ങൾ കാണും. Moses brought forth the people out of the camp to meet with God. ദൈവത്തെ എതിരേൽപ്പാൻ മോശെ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. And they stood at the nether part of the mount. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. The Mount Sinai was altogether on a smoke. എന്നാലോ സീനായ് പർവ്വതത്വം പുക കൊണ്ട് തീയിനാൽ നിറഞ്ഞു. Because the Lord descended in fire. യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. And the smoke thereof ascended as the smoke of furnace, and the whole mount quaked greatly. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. And they stood near the part of the mount. അവർ പർവ്വതത്തിന്റെ അടിവാരത്തിലായിരുന്നു നിന്നിരുന്നത്. And God descended on that mount.
ദൈവമോ പർവ്വതത്തിൽ ഇറങ്ങി. That mount was fire. ആ പർവ്വതം തീയായി കാണപ്പെടുന്നു. And whole mount looked like a fireball. അവിടെ ആ പർവ്വതം ഇപ്പോൾ നോക്കുകയാകുന്നു തീഗോളമായി പർവ്വതം തോന്നിപ്പോകുന്നു. When God descended, ദൈവം ഇറങ്ങി വന്നപ്പോൾ that stony mountain, ആ കല്ലായ പർവ്വതം, which was lying waste for thousands of years, ആയിരക്കണക്കിന് വർഷങ്ങൾ ശൂന്യമായി കിടന്നിരുന്ന ആ പർവ്വതം, that is in another side. അത് മറ്റൊരു ദൃഷ്ടിയായി മാറുന്നു. It would have seen rain, ഒരുപക്ഷെ അത് മുൻപ് മഴയെ കണ്ടിരിക്കാം. or it would have seen a cloud, ചിലപ്പോൾ അത് മേഘങ്ങളെയും കണ്ടിരിക്കാം. and some greeneries. ചിലപ്പോൾ പച്ചപ്പും കണ്ടിരിക്കാം. But all to the mount, never it has seen such a fire. എന്നാൽ ആ പർവ്വതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തീ മുൻപ് കണ്ടിട്ടില്ല. Because God descended it. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെ അതിൽ ഇറങ്ങി. Before that, when God descended on the fiery bush, at the thorny bush, it was altogether fire. മുൻപ് നാം കാണുന്നുവല്ലോ, ദൈവം മുൾപ്പടർപ്പിൽ ഇറങ്ങിയപ്പോൾ അത് മുഴുവനും കത്തി നിൽക്കുന്നത്. Dear child of God, പ്രിയ ദൈവത്തിലെ, your life may be like a stone. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം കല്ല് പോലെ You ആയിരിക്കാം. may say, my heart is like a adamant stone. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരിക്കാം, എന്റെ ഹൃദയം കടുപ്പമുള്ള കല്ല് പോലെയായിരിക്കും. And now I don't feel the presence of God. ഇപ്പോൾ എനിക്ക് ദൈവ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ I കഴിയുന്നില്ല. don't feel the love of God, compassion of God. ദൈവത്തിന്റെ സ്നേഹത്തെയോ അവന്റെ മനസ്സിലെയോ എനിക്ക് അനുഭവിപ്പാൻ For name's കഴിയുന്നില്ല. sake, I come and go. പേരിനു വേണ്ടി മാത്രം ഞാൻ കടന്നു വന്ന് But in പോകുന്നു. my life, there is no change. എന്നാലോ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. But there is a good news for you. എന്നാൽ നിങ്ങൾക്കോ ഒരു സുവാർത്തയുണ്ട്. You have come near to God. എന്നാലോ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ When വന്നിരിക്കുന്നു. God descends, ദൈവം ഇറങ്ങുമ്പോൾ what will happen? എന്താകുന്നു സംഭവിക്കുന്നത്? From your head to toe, നിങ്ങളുടെ ശരീരം മുതൽ ഉള്ളങ്കാൽ വരെ each and every member, ഓരോ അവയവങ്ങളും, even your stony heart, നിങ്ങളുടെ കല്ലായ ഹൃദയം പോലും, your blinded eyes, നിങ്ങളുടെ അന്ധത പിടിച്ച കണ്ണുകളും, that will become like a smoke of fire. അത് തീയുടെ പുക പോലെയായി And തീരും. altogether it will be as fire only. അത് ആകമാനം നോക്കുമ്പോൾ തീ പോലെ You ആയിരിക്കും. can experience that presence of God in your mind, in your heart, in your body. നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ഹൃദയത്തിലും ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. And God wants to command such a fire in everyone's life. എല്ലാവരുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു തീ കൽപ്പിപ്പാൻ കർത്താവ് ആഗ്രഹിക്കും. My God's fire is burning in me. ഈ ദൈവത്തിന്റെ തീ എന്നിൽ ഇപ്പോൾ കത്തുന്നു. God's presence I feel in my members. എന്റെ അവയവങ്ങൾ ദൈവ സാന്നിധ്യത്തെ ഞാൻ അനുഭവിക്കുന്നു. My hand also, I feel the power of God, presence of God. എന്റെ കൈ പോലും ദൈവ സാന്നിധ്യത്തെയും ദൈവത്തിന്റെ ബലത്തെയും അറിയുന്നു. And that such an experience is there. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. Wherever you go, നിങ്ങൾ എവിടെ കടന്നു നിന്നാലും carry the presence of God. ദൈവ സാന്നിധ്യത്തെ വഹിച്ചുകൊള്ളുവീൻ. Dear child of God, പ്രിയ ദൈവത്തിലെ, therefore this fire works in our life. അതുകൊണ്ടാകുന്നു ഈ തീ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. Second, രണ്ടാമതായി, in Deuteronomy 1st chapter 33rd verse when we read, ആവർത്തന പുസ്തകം 1-ാം അധ്യായം 33-ാം വാക്യം നാം വായിക്കുമ്പോൾ, and that fire itself shows the way where to go, how to go. എവിടേക്ക് പോകണം, ഏതാകുന്നു പാത എന്നത് ആ അഗ്നി തന്നെ കാണിച്ചു തരുന്നു. Who went in the way before you to search you out a place and pitch your tents in fire by night and show you what the way you should go in a cloud by day. പാളയം ഇറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി Unto them literal fire. അവരെ സംബന്ധിച്ച ശാരീരികമായ ഒരു തീ. On daytime, it was a cloudy pillar പകൽ സമയത്ത് മേഘസ്തംഭം that changed as a fire by night. എന്നാൽ രാത്രിയിലോ ഒരു അഗ്നിയായി അത് മാറുന്നു. It was a pillar of cloud. അത് പകൽ സമയത്ത് മേഘസ്തംഭമായിരുന്നു. It went before them അത് അവരുടെ മുൻപായി കടന്നു ചെന്ന് to search them a place അവർക്കൊരു സ്ഥലം അന്വേഷിപ്പാൻ മുൻപേ and to lead them in the way they had to go. അവർ പോകേണ്ടുന്ന വഴിയിൽ കാണിച്ചു കൊടുപ്പാനും. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, when this fire comes in our life, ഈ തീ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, as you listening this message, നിങ്ങൾ ഈ ദൂത് ശ്രദ്ധിപ്പിക്കുമ്പോൾ sincerely ask the Lord, പരമാർത്ഥമായ ദൈവത്തോട് യാചിപ്പീൻ. Lord, I want this fire. കർത്താവേ, എനിക്ക് ഈ തീ ആവശ്യം. Let it be upon me. അതെന്റെ മേൽ ആയിരിക്കട്ടെ. Let it be within me. അതെന്റെ ഉള്ളിൽ കാണപ്പെടട്ടെ. Let it go before me. അതെന്റെ മുൻപാകെ പുറപ്പെടട്ടെ. Lord, this week or coming week, how to go, how to prosecute, Lord, lead me through the fire. കർത്താവേ, വരുന്ന ആഴ്ചയിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് നിന്റെ അഗ്നിയാൽ എന്നെ നടത്തണമേ. You may be doing as you are doing by your experience all these years. ഈ വർഷങ്ങളൊക്കെ മുൻപരിചയത്താൽ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തികൾ ചെയ്തു Your വരുന്നേക്കാം. routine life you may be behaving. ഒരു ശീലമായി തന്നെ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ ജീവിത ചര്യകൾ മുൻപോട്ട് But this കൊണ്ടുപോകും. week, എന്നാൽ ഈ ആഴ്ചയിൽ that fire you will feel.
ആ അഗ്നി നിങ്ങൾ that അനുഭവിക്കുകയും will go before you. അത് നിങ്ങൾക്ക് മുൻപായി It പുറപ്പെടുകയും is exclusively for people of Israel, ഇത് പ്രത്യേകാൽ ഇസ്രായേൽ ജനങ്ങൾക്ക് പറയപ്പെട്ടതായിരുന്നു. but it for us also. എന്നാൽ ഇത് നമുക്കും ബാധകം. It is not only unto them, അത് അവർക്ക് മാത്രമല്ല, it is for us also. അത് നമുക്കും For കൂടിയാകും. them literally, അവർക്കോ അക്ഷരികമായി, for us spiritually. നമുക്കോ ആത്മീയമായി. Till we reach New Jerusalem and Zion, നാം പുതിയ യെരൂശലേമിലും സിയോനിലും എത്തിച്ചേരുവോളം I need that fire. എനിക്ക് ആ തീ ആവശ്യം. And we need that fire. നമുക്കോ ആ തീ ആവശ്യം. And with that fire, when you go to your job spot, ആ തീ ഉള്ളവരായി നാം ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോൾ, and when you go to your office and different places, ഓഫീസിലേക്കും മറ്റു വിവിധ സ്ഥാനങ്ങളിലേക്കും നിങ്ങൾ പോകുമ്പോൾ, and there will be victory only. അവിടെ ജയം മാത്രമായിരിക്കും. Dear child of God, ദൈവത്തിലെ that's why God has called us as spiritual Israelites. അതുകൊണ്ടാകുന്നു ആത്മീയ ഇസ്രായേലർ എന്ന് കർത്താവ് നമ്മെ And വിളിച്ചിരിക്കുന്നത്. God has given that fire through Holy Spirit. പരിശുദ്ധാത്മാ മുഖാന്തരം ആ തീ കർത്താവ് നമുക്ക് It is നൽകിയിരിക്കുന്നു. not only for a tarrying meeting, it is to experience every time. അത് കാത്തിരിപ്പ് യോഗത്തിൽ മാത്രം അനുഭവിപ്പാനുള്ളതല്ല, എപ്പോഴും അനുഭവിപ്പാനുള്ളത് And തന്നെയാണ്. surely it will go before you. നിശ്ചയമായി നിങ്ങൾക്ക് മുൻപായി ഇത് When പുറപ്പെടും. you trust upon this fire, ഈ തീയിൽ നാം ആശ്രയിക്കുമ്പോൾ, until you reach heavenly Canaan, it will never leave you. സ്വർഗീയ കനാൻ നിങ്ങൾ എത്തിച്ചേരുവോളം ആ തീ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല. Surely, day and night it will lead and lead. നിശ്ചയമായും രാവും പകലും നിങ്ങളെ നടത്തി കൊണ്ടുപോകും. You can experience the leading of God. ദൈവത്തിന്റെ നടത്തിപ്പ് നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. Thirdly, മൂന്നാമതായി, from that fire he will speak. ആ തീയിൽ മധ്യേ നിന്നുകൊണ്ട് അവൻ സംസാരിക്കും. And Deuteronomy chapter 4, 33 through 36 when we read, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നാം did വായിക്കും. ever people hear the voice of God speaking out of the midst of the fire? തീയുടെ മധ്യയിൽ നിന്നും സംസാരിക്കുന്ന ശബ്ദം ഏതെങ്കിലും ഒരു ജനം കേട്ടിട്ടുണ്ടോ? As thou heard and live, നിങ്ങൾ ജീവനോട് ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. a dear child of God. പ്രിയ ദൈവത്തിലെ 35th verse when we read, 35-ാം വാക്യം നാം വായിക്കുമ്പോൾ, unto thee it was showed, thou mightest know that the Lord, he is God, and none else before him. നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുവനില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ. Out of heaven he made thee to hear his voice. ആകാശത്ത് നിന്ന് തന്റെ ശബ്ദം നിന്നെ അവൻ കേൾപ്പിച്ചു. He might instruct thee. നിനക്ക് ആലോചന തരേണ്ടതിന്. And upon earth he showed his great fire, and thou heard his word out of the midst of the fire. ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു, നീ അവന്റെ വചനവും തീയിൽ നിന്ന് നടുവിൽ നിന്ന് കേട്ടു. Out of heaven they hear the voice of God. ആകാശത്ത് നിന്ന് ദൈവശബ്ദം അവർ കേട്ടു. Not only that, from the midst of fire also they hear. മാത്രമല്ല തീയുടെ മധ്യയിൽ നിന്നും അവൻ അത് ശബ്ദം അവർ കേട്ടു. Our God is a speaking God. നമ്മുടെ ദൈവം സംസാരിക്കുന്ന And ദൈവമാണ്. he is not a dying idol. അവൻ വെറും ഒരു ഊമ വിഗ്രഹമല്ല. Speak Lord, let thy servant hear it. When Samuel said, God spoke to him. ശമൂവേൽ ദൈവമേ സംസാരിക്കണം അടിയനിതാ എന്ന് പറഞ്ഞപ്പോൾ ദൈവം സംസാരിച്ചു. When you ask the Lord sincerely, പരമാർത്ഥമായ ദൈവത്തോട് യാചിക്കുമ്പോൾ, and from that fire you will hear the voice of God. തീയിൽ നിന്നും ദൈവശബ്ദം നിങ്ങൾ കേൾക്കും. Through anointing of the Holy Spirit you will hear the voice of God. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ മൂലം നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. What the word of God says, എന്താകുന്നു തിരുവചനം I പറയുന്നത്? will instruct thee and teach thee in the way thou shalt go. നീ നടക്കേണ്ടുന്ന പാത നിന്നെ കാണിച്ച് ഞാൻ നിനക്ക് ആലോചന I will guide thee with mine eye. ഞാൻ നിന്റെ മേൽ എന്റെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു. Not a child of God. പ്രിയ ദൈവത്തിലെ, It is not a empty filling in Holy Spirit and speaking in unknown tongue. അഭിഷേകത്തിൽ വെറുതെ നിറഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന വെറും ശൂന്യമായ ഒരു അനുഭവമല്ല. We are meeting God. നാം ദൈവത്തെ സന്ധിക്കുകയാണ്. Our God is dealing with us. നമ്മുടെ ദൈവം നമ്മോട് It ബന്ധപ്പെടുകയാണ്. is a precious time of unity with God. ദൈവത്തോട് ഒന്നായിരിക്കുന്ന വിലയേറിയപ്പെട്ട നിമിഷങ്ങളാകുന്നത്. Or it is a precious moment of meeting God. ദൈവത്തെ സന്ദർശിക്കുന്ന ഒരു വിലയേറിയപ്പെട്ട നിമിഷം Our തന്നെയാകുന്നു. God will not stay quiet. നമ്മുടെ ദൈവമോ And നിശബ്ദനായിരിക്കുകയില്ല. let him speak to us. അവൻ നമ്മോട് സംസാരിക്കട്ടെ. From the fire let us hear the voice of God. തീയുടെ നടുവിൽ നിന്ന് ദൈവശബ്ദം നാം കേൾക്കട്ടെ. And fourthly, നാലാമതായി, in Deuteronomy chapter 10 verse 4 when we read, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ, and he wrote on the tables according the first sayings, the 10 commandments, അവൻ മുൻപുണ്ടായിരുന്നതിന് ഒത്തവണ്ണം തന്നെ പലകൾ എഴുതി, and which the Lord spake unto you in the mount on the day of the fire, in day of the assembly, and the Lord gave them unto him. മഹായോഗമുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 കൽപ്പന യഹോവ മുമ്പിലത്തെ എഴുത്തുപോലെ പലകളിൽ എഴുതി. Yes, from fire God spoke and wrote. ദൈവം തീയുടെ നടുവിൽ നിന്ന് സംസാരിച്ചതിൽ പലകളിന്മേൽ എഴുതി. That fire engraved on the stones. ഇതാ ആ തീയാകുന്നു ആ പലകളിന്മേൽ അത് മുദ്രയിടപ്പെട്ടത്. Our God, when he speak, നമ്മുടെ ദൈവം സംസാരിക്കുമ്പോൾ in that fire, that fiery laws will proceed and it will engrave in our hearts. ആ തീയുടെ മധ്യയിൽ നിന്നും അഗ്നിമയമായ ന്യായപ്രമാണങ്ങൾ പുറപ്പെട്ട് നമ്മുടെ ഹൃദയങ്ങൾ അത് എഴുതപ്പെടും. And that's why word of God says fiery laws proceeded from him. അതുകൊണ്ടാകുന്നല്ലോ തിരുവചനം പറയുന്ന അവനിൽ നിന്നും അഗ്നിമയമായ പ്രമാണങ്ങൾ പുറപ്പെട്ടു. That this evening time,
in our life, every time let God speak to us and engrave in our hearts. ഈ വൈകുന്നേര സമയം എപ്പോഴും തന്നെ ദൈവം നമ്മോട് സംസാരിച്ച് നമ്മുടെ ഹൃദയത്തിന്മേൽ അവനത് എഴുതുമാറാകട്ടെ. Then it will be permanent. അങ്ങനെയെങ്കിൽ അത് സ്ഥിരമായി നിലനിൽക്കും. Because God himself write in our hearts are tables of stones. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഹൃദയമാകുന്ന ആ പലകകളിന്മേൽ കർത്താവ് തന്നെ എഴുതുമ്പോൾ അങ്ങനെ സംഭവിക്കും. Fifthly, അഞ്ചാമതായി, and it will preserve us from enemies. അത് ശത്രുക്കളിൽ നിന്ന് നമ്മെ സൂക്ഷിക്കും. In Exodus chapter 14, 19 and 20 when we read, പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, angel of the Lord went before the camp of Israel. അനന്തരം ദൈവത്തിന്റെ ദൂതനോ ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കടന്നു ചെന്നു. And removed and went behind them, and the pillar of cloud went from before their face and stood behind them. അനന്തരം ഇസ്രായേലുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. It came between the camp of Egyptians and the camp of Israel, and it was a cloud and darkness to them, and it gave light by night to thee, and so that the one come not near unto other all the night. രാത്രി മുഴുവൻ മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലുടെ സൈന്യവും തമ്മിൽ എടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. What this pillar of fire did? എന്താകുന്നു ഈ അഗ്നി സ്തംഭം ചെയ്തത്? It stood between both the armies. രണ്ട് സൈന്യങ്ങളുടെ മധ്യേ അത് നിൽക്കുന്നു. Egyptians coming with great fury. ഇതാ മഹാക്രോധത്തോട് മിസ്രൈമ്യ സൈന്യം കടന്നു വരുന്നു. I will overtake. ഇതാ ഞാൻ നിന്നെ പിന്തുടരും. I will draw my sword. ഞാൻ എന്റെ വാൾ ഊരും. And I will destroy you. ഞാൻ നിന്നെ നശിപ്പിക്കും. I will satisfy my lust. അങ്ങനെ എന്റെ ആശ നിന്നാൽ പൂർത്തിയാകും. I will destroy you. ഞാൻ നിന്നെ നശിപ്പിക്കും. And this was a claim of enemy. ഇതായിരുന്നു ആ ശത്രുവിന്റെ അവകാശവാദം. Dear brother, dear sister. പ്രിയ സഹോദര But സഹോദരി, it could not prosper. എന്നാലോ അത് അഭിവൃദ്ധിപ്പെട്ടില്ല. The challenges of enemy, ശത്രുവിന്റെ വെല്ലുവിളികൾ, all the things which is in that hatred that could not fulfill because of this fire. ഈ തീനാൽ തന്നെ അവനുണ്ടായിരുന്ന പൂർണ്ണമായ വിദ്വേഷം അവനോ സാധ്യമാക്കുവാൻ കഴിഞ്ഞില്ല. Why? എന്തുകൊണ്ട്? That fire stood between them. ആ തീ അവർക്ക് മധ്യേ നിന്നു. That pillar of cloud, pillar of fire that night, it stood between them. ആ രാത്രിയിലോ ആ അഗ്നിസ്തവം മിസ്രൈമ്യർക്ക് ഇവർക്ക് മധ്യേ നിന്നു. Dear child of God, പ്രിയ ദൈവത്തിലെ, let us yield ourselves for that holy fire. ആ പരിശുദ്ധ തീക്കായി നമ്മെ തന്നെ ഇപ്പോൾ സമർപ്പിക്കാം. Another side, it will sanctify our lives. മറുവശത്തോ അത് നമ്മുടെ ജീവിതങ്ങളെ He ശുദ്ധീകരിക്കും. will sit and sanctify by fire. അവൻ ഇരുന്ന് നമ്മെ തീനാൽ ശുദ്ധീകരിക്കും. Within us, a transformation happen. നമ്മളുടെ ഉള്ളിലോ രൂപാന്തരം സംഭവിക്കും. And around us also changes will happen. നമ്മുടെ ചുറ്റും മാറ്റങ്ങൾ സംഭവിക്കും. How many of you want that fire? നിങ്ങൾ എത്ര പേർ ആ തീ ആഗ്രഹിക്കുന്നു? Close your eyes. നിങ്ങളുടെ കണ്ണുകൾ അടച്ചാട്ടെ. Ask the Lord. കർത്താവിനോട് യാചിപ്പിൻ. Lord, I need that fire. കർത്താവേ, എനിക്ക് ആ തീ ആവശ്യം. A special fire from Zion, let it come. സിയോനിൽ നിന്ന് പ്രത്യേകമായ ഒരു തീ നമ്മുടെ മധ്യേ കടന്നു It is your വരുമാറാകട്ടെ. love. അത് നിന്റെ സ്നേഹമാകുന്നു. It is your compassion. അത് നിന്റെ മനസ്സിലാകുന്നു. It is your holiness. അത് നിന്റെ വിശുദ്ധിയാകുന്നു. It is your presence. അത് നിന്റെ സാന്നിധ്യമാകുന്നു. And it is your very help. അത് നിന്റെ സഹായം തന്നെയാകുന്നു. Dear child of God, let us ask the Lord. പ്രിയ ദൈവത്തിലേക്ക് നമുക്ക് കർത്താവിനോട് യാചിക്കാം. Don't be silent in the presence of God. ദൈവസന്നിധി നമുക്ക് നിശബ്ദരായിരിക്കാൻ. You can't see that fire, നിങ്ങൾക്കോ ആ തീയെ കാണുവാൻ but കഴിയുകയില്ല. enemy can see that. ശത്രുവിനോ ആ തീയെ കാണുവാൻ കഴിയുന്നു. That's why he could not overcome all these days. അതുകൊണ്ടാകുന്നുവല്ലോ ഈ നാളുകളൊക്കെയും അവന് ജയിപ്പാൻ കഴിയാതെ പോയത്. Dear child of God, പ്രിയ ദൈവത്തിലെ, ask that fire. ആ തീക്ക് അപേക്ഷിപ്പിൻ. Let it burn in you. അത് നിങ്ങൾ ജ്വലിക്കുമാറാകട്ടെ. Let it burn around you. അത് നിങ്ങളുടെ ചുറ്റും കത്തുമാറാകട്ടെ. We need that heavenly fire. നമുക്കോ സ്വർഗീയ തീ ആവശ്യം. Our characters, mean characters must be destroyed. നമ്മുടെ താഴ്ചയേറിയ സ്വഭാവങ്ങൾക്ക് ഒരു മാറ്റം നശിപ്പിക്കപ്പെടണം. By that fire, ആ തീനാൽ there must be character transformation also. സ്വഭാവ രൂപാന്തരവും ഉണ്ടാകണം. He will sit and sanctify us. അവൻ ഇരുന്ന് നമ്മെ വിശുദ്ധീകരിക്കും. By that fire, he will sanctify ആ us. തീനാൽ അവൻ നമ്മെ വിശുദ്ധീകരിക്കും. Dear child of God, പ്രിയ ദൈവത്തിലെ, his fire, it is like a refining fire. അവന്റെ തീ ശുദ്ധം ചെയ്യുന്ന തീ പോലെയാകുന്നു. Within us sanctification, നമ്മുടെ ഉള്ളിലോ വിശുദ്ധീകരണം. for others it is a terror. മറ്റുള്ളവർക്കോ അതൊരു ഭയാനകമായ വിഷയം. Within us transformation, നമ്മുടെ ഉള്ളിലോ രൂപാന്തരം. around us a blessing. മറ്റുള്ളവർക്കോ അനുഗ്രഹം. And dear child of God, പ്രിയ ദൈവത്തിലെ, ask the Lord, കർത്താവിനോട് യാചിപ്പിൻ. lift up your voice. നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തി. I want that fire. എനിക്ക് ആ തീ ആവശ്യം. My child need that fire. എന്റെ കുഞ്ഞിന് ആ തീ ആവശ്യം. And each and every member of my church need that fire. സഭയിലുള്ള ഓരോ അംഗങ്ങൾക്കും ആ തീ ആവശ്യം. Lord, anoint me afresh, Lord. കർത്താവേ, എന്നെ പുതുതായി അഭിഷേകം Let ചെയ്യണമേ. it come from Zion. സിയോനിൽ നിന്ന് പുറപ്പെടട്ടെ. And let that real fire, ആ സത്യം, ആ യഥാർത്ഥമായ let തീ, the love of God, ദൈവ സ്നേഹം, let the compassion of God, ദൈവത്തിന്റെ മനസ്സിലിവ്, let the faithfulness of God, ദൈവത്തിന്റെ വിശ്വസ്തത, and let the everlasting kindness of God, ആ ദൈവത്തിന്റെ നിത്യദയ,
Let it come and catch my life. അത് കടന്നു വന്ന് എന്റെ ജീവിതത്തെ എത്തിപ്പിടിക്കട്ടെ. Lord, this evening time, ഈ വൈകുന്നേര I സമയം need that real fire. ആ വാസ്തവമായ തീ എനിക്ക് ആവശ്യം. And you will see a difference in your life and ministry. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഒരു മാറ്റം In കാണുവാൻ your കഴിയും. job spot. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, And in your journeys. നിങ്ങളുടെ യാത്രകളിൽ, In the midst of your neighbors. നിങ്ങളുടെ അയൽവാസികളുടെ മധ്യേ, Wherever you go. നിങ്ങൾ എവിടെ പോയാലും, Whatever you do. നിങ്ങൾ എന്ത് ചെയ്താലും, That fire will prevail. ആ തീ ജയിക്കും. That will make you victorious. അത് നിങ്ങളെ ജയാളിയാക്കി മാറ്റും. You will see wonders. നിങ്ങളോ അത്ഭുതങ്ങളെ കാണും. You can see the hand of God. നിങ്ങൾക്കോ ദൈവത്തിന്റെ കരം കാണുവാൻ കഴിയും. God himself work for you. ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. You will not be tail, you will be above. നിങ്ങൾ വാലല്ല, നിങ്ങൾ ഉയരെ കാണപ്പെടും. You will not be beneath, but you shall be above. നിങ്ങൾ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. That fire will do everything for you. ആ തീ നിങ്ങൾക്ക് വേണ്ടി സകലവും Because it പ്രവർത്തിക്കും. is from Zion. എന്തുകൊണ്ടെന്നാലും സീയോനിൽ നിന്ന് It is പുറപ്പെടുന്നത് from the heart of God. അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ളത്. Let it transform your life. അത് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. In the mighty name of Jesus. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ Let the mighty anointing come and take hold of our life. ശക്തിയേറിയ ദൈവത്തിന്റെ അഭിഷേകം കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ I നിയന്ത്രിക്കട്ടെ. need that fire. ആ തീ എനിക്ക് I ആവശ്യം. need that fire. ആ തീ എനിക്ക് ആവശ്യം. We need that fire. നമുക്കോ തീ ആവശ്യം. Lord, I need that fire. Let us say. കർത്താവേ, എനിക്ക് ആ തീ ആവശ്യമെന്ന് നമുക്കെല്ലാം Today, പറയാം. now itself, I need that fire. ഇന്ന് ഇപ്പോൾ തന്നെ എനിക്ക് ആ തീ ആവശ്യം. And call upon God. ദൈവത്തെ വിളിച്ചപേക്ഷിപ്പീൻ. And he will set down fire. അവനോ തീ കത്തിക്കും. He will anoint you with Holy Ghost and with fire. അവൻ ആ തീ കൊണ്ട് വിശുദ്ധിയാൽ നിങ്ങളെ അഭിഷേകം ചെയ്യും. Hallelujah, hallelujah, hallelujah. Amen. We need your fire in us soul. Oh, let your fire burn, holy fire burn. Oh, we need your fire in us soul. Oh, we need your fire. Oh, we need your fire in us soul. Oh, let your fire burn, holy fire burn. Oh, we need your fire in us soul. Oh, we need your fire. Oh, we need your fire in us soul. Oh, let your fire burn, holy fire burn. Oh, we need your fire in us soul. Oh, we need your fire. Oh, we need your fire in us soul. Oh, let your fire burn, holy fire burn. Oh, we need your fire in us soul. Oh, let your fire burn, holy fire burn. Oh, we need your fire in us soul. Oh, let your fire burn, holy fire burn. Oh, we need your fire in us soul. Oh, let your fire burn, holy fire burn. Oh, we need your fire in us soul. Let that holy fire come. ആ പരിശുദ്ധ അഗ്നി കടന്നു വരുമാറാകട്ടെ. Destroy all your weaknesses. നിങ്ങളുടെ സകല ബലഹീനതയെ നശിപ്പിക്കട്ടെ. You know your weakness. നിങ്ങളുടെ ബലഹീനത നിങ്ങൾ അറിയുന്നു. Wherever that weakness is, ആ ബലഹീനത എവിടെ തന്നെ let ആയിരുന്നാലും that fire come. ആ തീ കടന്നു വരട്ടെ. If it is in your eyes, let it come there. ആ നിങ്ങളുടെ കണ്ണുകളിലാകുന്നുവെങ്കിൽ അവിടെ If it is in your lungs, let it come there. അത് നിങ്ങളുടെ That sickness will be burned into ashes. ആ രോഗം അത് വെണ്ണീറായി മാറും. That hindrance will be removed into ashes. ആ തടസ്സങ്ങളൊക്കെ വെണ്ണീറായി മാറും. Yes, believe the power of God. ദൈവശക്തിയെ വിശ്വസിപ്പിൻ. Today God is going to destroy that the power of sickness. ഇന്ന് കർത്താവ് രോഗശക്തിയെ നശിപ്പിക്കാൻ പോകുന്നു. And today God wants to destroy it. ദൈവം ഇന്ന് നശിപ്പിക്കാൻ Invite ആഗ്രഹിക്കുന്നു. that fire. ആ തീയെ നിങ്ങൾ Open your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ Let തുറപ്പി. the fire come. ആ തീ കടന്നു വരട്ടെ. Open your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറപ്പി. Let the fire from Zion come. സിയോനിൽ നിന്ന് തീ കടന്നു വരട്ടെ. Children, close your eyes. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കണ്ണുകൾ അടപ്പി. And receive that fire. ആ തീയെ പ്രാപിപ്പി. Your weakness will go. നിങ്ങളുടെ ബലഹീനതകൾ Your നീങ്ങിപ്പോകും. infirmities will go. നിങ്ങളുടെ ബലഹീനത നീങ്ങിപ്പോകും. God is commanding a new fire. ദൈവം ഒരു പുതിയ തീയെ New കൽപ്പിക്കുന്നു. strength. ഒരു പുതിയ ബലം, Deliverance. ഒരു വിടുതൽ, Healing. സൗഖ്യം, Victory. ജയം. He is commanding through his fire. അവന്റെ തീയാൽ അവൻ കൽപ്പിക്കുന്നു. Let the Holy Spirit command victory to you. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ജയത്തെ കൽപ്പിക്കട്ടെ. All children stand on your knees. എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങളുടെ മുഴങ്കാലിന്മേൽ നിൽപ്പീൻ. This is not the time to waste.
ഇത് വൃഥാവാക്കുവാനുള്ള God is സമയമല്ല. anointing. ദൈവം അഭിഷേകം ചെയ്യുന്നു. God is touching. ദൈവം തൊടുന്നു. He is transforming many characters, അനേക സ്വഭാവങ്ങളെ taking രൂപാന്തരപ്പെടുത്തുന്നു. away weaknesses അവൻ ബലഹീനത എടുത്തു മാറ്റുന്നു. and healing sicknesses, ഇത് രോഗങ്ങളെ doing സൗഖ്യമാക്കുന്നു. miracles. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. This is miracle hour. ഇത് അത്ഭുതങ്ങളുടെ നാഴിക. This is the time of Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ നിമിഷം. Let it come upon you. അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ Open your വരട്ടെ. mouth and ask the Lord. നിങ്ങളുടെ വായെ തുറന്ന് കർത്താവിനോട് യാചിപ്പിൻ. Sincerely ask. പരമാർത്ഥമായി I യാചിപ്പിൻ. need blessing. എനിക്ക് അനുഗ്രഹങ്ങൾ I വേണം. need the difference. എനിക്ക് വ്യത്യാസം Children, വേണം. lift up your voice. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ശബ്ദം ഉയർത്തുവിൻ. God is hearing you. ദൈവം നിങ്ങളെ Don't waste your കേട്ടുകൊണ്ടിരിക്കുന്നു. time. നിങ്ങളുടെ സമയത്തെ വൃഥാവാക്കരുത്. Call upon God. Call upon God. ദൈവത്തെ വിളിച്ചപേക്ഷിപ്പിൻ. Let വിളിച്ചപേക്ഷിപ്പിൻ. God touch your life ദൈവം നിങ്ങളുടെ ജീവിതത്തെ തൊടട്ടെ. and let Him give your wisdom നിങ്ങൾക്ക് ദൈവം ബുദ്ധി നൽകട്ടെ. and new grace ഒരു പുതിയ കൃപ to നൽകട്ടെ. study well, പഠിപ്പാൻ to become victorious, നിങ്ങൾ ജയാളികളായി മാറുവാൻ. and to become a different person. നിങ്ങൾ തികച്ചും വ്യത്യസ്തനായ Let that വ്യക്തിയായി. anointing come into your mind, brain. അഭിഷേകം നിങ്ങളുടെ നിങ്ങളുടെ തലച്ചോറിലേക്ക് മുൾപടർപ്പ് കത്തിയെങ്കിലും അത് വെന്ത് പോയില്ലല്ലോ. ശദ്രക് മേശക് അബേദ്നെഗോ തീച്ചൂളിലേക്ക് അവർ തള്ളിയിട്ടുവെങ്കിലും തീ അവരെ നശിപ്പിച്ചു കളഞ്ഞില്ല. ആക്ഷരികമായ തീക്കോ അവർക്കൊരു ദോഷം ചെയ്യുവാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു യഥാർത്ഥ അഗ്നിയായി ഞാൻ അവരുടെ മധ്യേ കടന്നു വന്നു. എന്റെ പൈതലേ, നിന്റെ ചുറ്റുമുള്ള പരീക്ഷ തീ പോലെ കാണപ്പെട്ടേക്കാം. പ്രശ്നങ്ങളൊക്കെ തീ പോലെ നിന്നെ ചുറ്റിയിരിക്കാം. എന്നാൽ തീയുടെ മധ്യേ ഞാൻ ഇറങ്ങി വന്ന് ഞാൻ നിന്നെ വിടുവിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ തന്നെ പരിശുദ്ധാഗ്നിയായിരിക്കുന്നു. ഞാൻ തന്നെ വാസ്തവമായി അഗ്നി. സകല തീച്ചൂളെന്ന് എന്റെ ജനത്തെ എനിക്ക് വിടുവിപ്പാൻ ഞാൻ അറിയുന്നു. എന്നിൽ വിശ്വസിപ്പിൻ, വിശ്വസിപ്പിൻ. എന്റെ അഭിഷേകത്താൽ എനിക്കത് ചെയ്യുവാൻ കഴിയും. ഇപ്പോൾ തന്നെ എന്നെ വിശ്വസിക്കാം. എന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ Ask the Lord. കർത്താവിനോട് യാചിപ്പി. And Lord, I need a fire. കർത്താവേ, എനിക്ക് തീ In അത്യാവശ്യം. this wicked world, I must live for you. ഈ ദുഷ്ടലോകത്തിൽ നിനക്ക് വേണ്ടി ഞാൻ I ജീവിക്കും. have weaknesses. എനിക്ക് ബലഹീനതകൾ ഉണ്ട്. I have forgetfulness. എനിക്ക് ഓർമ്മക്കുറവുണ്ട്. I must learn properly. എനിക്ക് ശരിയായി പഠിക്കണം. Spiritually, literally, I must be blessed. ആത്മീയമായി അക്ഷരികമായി ഞാൻ Let the അനുഗ്രഹിക്കും. love of God come. ദൈവസ്നേഹം കടന്നു വരട്ടെ. Let the heavenly fire, the love of God, let it come. സ്വർഗീയ തീയാകുന്ന ദൈവസ്നേഹം കടന്നു വരട്ടെ. Change my life. Change my life. എന്റെ ജീവിതത്തെ മാറ്റണമേ, I need മാറ്റണമേ. a change. എനിക്കൊരു മാറ്റം ആവശ്യം. Today, I need a change. ഇന്ന് എനിക്കൊരു മാറ്റം ആവശ്യം. I need a miracle. എനിക്കൊരു അത്ഭുതം ആവശ്യം. Lord, visit me, Lord. കർത്താവേ, എന്നെ സന്ദർശിക്കണമേ. Sincerely, if you ask the Lord, പരമാർത്ഥമായ ദൈവത്തോട് if you യാചിക്കണമേ. open your mouth, നിങ്ങളുടെ വായെ തുറക്കുന്നുവെങ്കിൽ and He is a God of children, അവൻ കുഞ്ഞുങ്ങളുടെ ദൈവമാകും. and He will answer your prayer. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം He will തരും. touch you അവൻ നിങ്ങളെ തൊടും. and touch your weak members. നിങ്ങളുടെ ബലഹീനതമായ He will അവയവങ്ങളെ change തൊടും. you. നിങ്ങളെ മാറ്റും. Today, let Him change, ഇന്ന് അവൻ നിങ്ങളെ മാറ്റട്ടെ. and let there be a difference. ഒരു മാറ്റം ഉണ്ടാകട്ടെ. Hallelujah. എന്റെ ജനമേ, എന്റെ ജനമേ, As a fire have descended in your midst. ഇതാ ഒരു തീയാ ഞാൻ നിങ്ങളുടെ മധ്യേ ഇറങ്ങിയിരിക്കുന്നു. As a fire I am burning in your midst. ഇതാ ഒരു തീയാ ഞാൻ നിങ്ങളുടെ മധ്യേ കത്തിക്കൊണ്ടിരിക്കുന്നു. I've come in your midst as a burning fire. ഇതാ ജ്വലിക്കുന്ന അഗ്നിയായി തന്നെ ഞാൻ നിങ്ങളുടെ മധ്യേ കടന്നിരിക്കുന്നു. In your life there are many hindrances that are hindering you to press forward in your spiritual life. നിന്നെ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകാതെ വണ്ണം തടസ്സപ്പെടുത്തുന്ന അനേക തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ട്. You desire to take one step forward for the Lord. നീയോ കർത്താവിന് വേണ്ടി ഒരു ചുവട് മുൻപോട്ട് വെപ്പാൻ ആഗ്രഹിക്കുന്നു. But these hindrances are not allowing you. എന്നാലോ ഈ തടസ്സങ്ങൾ നിന്നെ അനുവദിക്കുന്നില്ലല്ലോ. Even this evening have come in your midst as a fire. ഇതാ ഇന്ന് വൈകുന്നേര സമയം നിങ്ങളുടെ മധ്യേ ഞാൻ ഒരു തീയായി കടന്നു വന്നിരിക്കുന്നു. This fire will allow you to leap over a wall. ഇതാ ഈ തീ നിന്നെ മതിൽമേൽ ചാടുവാൻ സഹായിക്കും. This fire will give you victory over all these hindrances. ഈ തടസ്സങ്ങൾ This fire will enable you to press forward. ഇതാ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം തീ നിന്നെ സഹായിക്കും. This fire will enable you not to look backward. ഈ തീയോ പുറകോട്ട് നോക്കുവാൻ നിന്നെ ഒരിക്കലും അനുവദിക്കുകയില്ല. Through this fire you will run through a troop. ഈ തീനാൽ തന്നെ നീ സൈന്യത്തിന് നേരെ പാഞ്ഞു ചെല്ലും. Through this fire you will cross over this mountain. ഈ തീനാൽ തന്നെ നീ പർവ്വതങ്ങളെ താണ്ടും. As you surrender to this fire, ഈ തീനായി നീ സമർപ്പിക്കുമ്പോൾ
This fire will bring victory in your life. ഈ തീ നിന്റെ ജീവിതത്തിൽ ജയത്തെ കൊണ്ടുവരും. And these hindrances will be removed. ഈ തടസ്സങ്ങളോ നീങ്ങിപ്പോകും. And hereafter you will be a shining light for me. നീയോ എനിക്ക് വേണ്ടി ജ്വലിച്ചു പ്രകാശിക്കുന്ന Thus said the Spirit of the Lord. ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നു. Amen. Amen. Today, in the lives of many of you, Satan is going to be under your foot today. I have anointed you with that purpose. But many of you have already forgotten that. So devil has hindered many from coming to this meeting. He has told in his mind, in their minds, no need to come. I have removed every hindrance and brought you here so that I may bruise that Satan under your feet. Give room for my fire. Confess all your faults before me. Even those faults which you could not find out, you confess to me. Humble yourselves. Humble yourselves. I'm going to burn out all your sins. That Satan will be under your foot so that he can never work in your life. Amen. That Amen. Satan will come under your feet right now today, says the Lord. Amen. തീയുടെ മുൻപാകെ നിൽപ്പാൻ കഴിയുന്ന ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് മാറ്റുവാൻ കഴിയാത്ത എന്തെങ്കിലും ആരുടെയെങ്കിലും ഹൃദയം ഉണ്ടോ? ഇതാ ശൗലിനെ ഞാൻ പൗലോസ് എന്ന വിശുദ്ധനാക്കി മാറ്റിയല്ലോ. നീ ആര് തന്നെയായിരുന്നാലും, നിന്റെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും വരിക, ഞാൻ നിന്നെ തൊടട്ടെ. വരിക, നിന്നിലൊരു രൂപാന്തരത്തിന് പ്രവൃത്തി ഞാൻ ചെയ്യട്ടെ. വരിക, ഞാൻ നിന്നെ മാറ്റട്ടെ. നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് കർത്താവല്ലേ ചെയ്യുന്നു. Amen. 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 By that heavenly fire, He filled our lives. Father, let's all praise God. സ്വർഗീയ തീയാൽ നമ്മുടെ ജീവിതങ്ങളെ അവൻ നിറച്ചുവല്ലതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 The fire of the Holy Spirit, the presence of God, God commanded in our lives, within and without. Father, let's all praise Him. പരിശുദ്ധാത്മാവാകുന്ന തീ മുഖാന്തരമായി ദൈവത്തിന്റെ സാന്നിധ്യത്തെ ദൈവം നമ്മുടെ ഉള്ളിലും പുറത്തും ചുറ്റും കർത്താവ് കൽപ്പിച്ചിരിക്കാൻ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 To destroy all hindrances, to remove all mountains, to overcome all struggles. As a fire, He is going before us. Father, let's all praise Him. സകല തടസ്സങ്ങളെ നീക്കുവാൻ തക്കവണ്ണം, സകല പർവ്വതങ്ങളെയും തകർക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ മധ്യേ പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 He started speaking to us from the fire. അവൻ തീയിൽ നിന്ന് നമ്മോട് സംസാരിപ്പാൻ ആരംഭിച്ചു. And through prophetical words, He spoke to us. പ്രവചനവാക്യങ്ങളോട് നമ്മോട് സംസാരിച്ചു. Continuously till we reach New Jerusalem and Zion, He will speak to us. Father, let's all praise Him. തുടർച്ചയായി തന്നെ നാം ഏവരും പുതിയ യെരൂശലേമിൽ സിയോനിൽ എത്തിച്ചേരുവോളം നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുമെന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Walking His ways, walking His footprints. He will establish laws and commandments through His fire in our life. Father, let's all praise Him. അവന്റെ പാതകളിലും കാഴ്ചപ്പാടുകളിലും നാം നടക്കേണ്ടതിന് അവൻ തന്റെ തീയാൽ നമ്മുടെ ജീവിതത്തിൽ അവന്റെ പ്രമാണങ്ങളെ അവൻ സ്ഥിരപ്പെടുത്തുമെന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 He will not come any of the enemy to come near to us. He will be wall of fire around us. Father, let's all praise Him. ഒരു ശത്രു നമ്മോട് അടുത്ത് വരാതിരിപ്പാൻ തക്കവണ്ണം അവൻ നമ്മുടെ ചുറ്റും തീമതിലായിരിക്കുമെന്നതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Praise the Lord.
He purifies, He perfects us through the fire. Father, let's all praise Him. ആ തീനാൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നുവല്ലോ, പൂർണ്ണപ്പെടുത്തുന്നുവല്ലോ. അതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. He healed our sickness, taken away burdens. Father, let fire, through that fire, Father, let's all praise Him. അവൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയല്ലോ, അവൻ നമ്മുടെ ഭാരങ്ങളെ ആ തീനാൽ നീക്കിയല്ലോ. അതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. He made all impossible possible through that fire. Father, let's all praise Him. അവൻ സകല സാധ്യങ്ങളെയും ആ തീനാൽ സാധ്യമാക്കി തീർത്തുവല്ലോ. അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. For blessings of tomorrow devotional services shall we all praise Him. നാളെയുള്ള സഭായങ്ങളുടെ അനുഗ്രഹത്തിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. And we want to once again take the data of believers or your name and phone number and children name. ഒരിക്കൽ കൂടെ വിശ്വാസികളുടെ പേര് വിവരങ്ങൾ, പിന്നീട് നിങ്ങളുടെ ഫോൺ നമ്പറുകൾ, ഇതൊക്കെയും കുഞ്ഞുങ്ങളുടെ പേരൊക്കെയും ഞങ്ങൾ വീണ്ടും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. And you just verify in the list, and we are already given in the hand of our volunteers. They will approach you. Just verify whether your name and phone number is right. ഇപ്പോൾ ഞങ്ങളുടെ സന്നദ്ധ സേവകരിൽ അതിന്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പേരുകൾ വിവരങ്ങൾ എല്ലാം ശരിയാകുന്നുവോ എന്ന് ഉറപ്പുവരുത്തണമേ. And if you have not filled the form and or your name is not included in the praising list, please fill it once again. പ്രൈസിംഗ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഫോമുകൾ ഒരിക്കൽ കൂടെ പൂരിപ്പിക്കണമേ. And if any correction, that is also you have to intimate us, or in that form you have to put that correction and you have to fill it. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ തിരുത്തുവാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീണ്ടും ആ ഫോമിൽ ആ തെറ്റുകൾ തിരുത്തിയുള്ള ഫോം ഞങ്ങൾക്ക് തരണം. And don't be overconfident everything is right. എല്ലാം ശരിയാകുന്നുവെന്ന് നിങ്ങൾ, It may be our mistake. ഒരുപക്ഷെ ഞങ്ങളുടെ തെറ്റായിരിക്കാം. And phone number may be wrong. ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ When we നമ്പർ തെറ്റായിരിക്കാം. try to call you, we can't reach you. നിങ്ങളെ വിളിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ ബന്ധപ്പെടുവാൻ കഴിയാതെ And moreover, in our serving, we to remember all your names. മാത്രമല്ല രാവിലെയുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരുകളൊക്കെയും ഓർമ്മിപ്പിക്കാൻ. So please help us. അതുകൊണ്ട് ദയവ് ഞങ്ങളെ It is for your blessing. ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാകും. Let God help us in this matter to remember everyone and others also in their prayers. Father, let's all praise Him. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ ഓർക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കേണ്ടതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Giving all glory, honor and praise to time God, and time God only shall we all praise Him. ത്രിയേക ദൈവത്തിന് സകലമാന മഹത്വമൊക്കെ ചേർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും വിശുദ്ധീകരിക്കുവാനും ദൈവത്തോട് അടുക്കുവാനോട് ഞങ്ങൾക്ക് കൃപയ്ക്കായി സ്തോത്രം. ദൈവസന്നിധി ഞങ്ങളെ എല്ലായ്പ്പോഴും സന്തോഷവും ആനന്ദവുമാക്കി തീർക്കുന്നതായിരിക്കാലും സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിച്ചതിനാലും സ്തോത്രം. തുടർന്ന് ഓരോരുത്തർക്ക് ആവശ്യമായ സ്വർഗീയ നന്മകളും ഭൗമിക നന്മകളും നൽകിക്കൊടുത്ത് ജയത്തോടെ എല്ലാവരെയും നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവസന്നിധിയിൽ കടന്നു ഒരു ആൾ ഉത്സാഹവും താല്പര്യം എല്ലാവർക്കും ഈ നാളുകൾ നൽകി എല്ലാവരെയും ആത്മീയത്തിൽ ശ്രേഷ്ഠരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കളിപ്പിച്ചായ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്ന ദൈവമായിരിക്കാലും സ്തോത്രം ചെയ്യുന്നു. ദൈവസ്നേഹമാകുന്ന നീതി ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവസാന്നിധ്യമാകുന്ന നീതി ഞങ്ങളിൽ കടന്നു വന്ന് കല്ലായുള്ള സകല കൃത്യങ്ങളെ നീക്കി ഞങ്ങളെ ആ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കൊണ്ട് സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ തീ ഞങ്ങൾക്ക് ആലോചന പറഞ്ഞ് വഴി നടത്തുന്നതായിരിക്കാലും സ്തോത്രം. ഈ തീ ഞങ്ങളിൽ നിന്ന് സംസാരിക്കുകയും ആ സ്വർഗീയ കനാലിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കാലും സ്തോത്രം ചെയ്യുന്നു. ഈ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുമ്പോൾ അഗ്നിമയമായ പ്രമാണം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതുവാൻ സഹായിക്കുന്നതിനാലും സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയമായി തീ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുന്നതായിരിക്കാലും സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചതിനാലും സ്തോത്രം ചെയ്യുന്നു. ഈ തീ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നതായിരിക്കാലും സ്തോത്രം. ഞങ്ങൾക്ക് മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാതെ വണ്ണമുള്ള എല്ലാ തടസ്സങ്ങളെ നീക്കി തരുന്നതായിരിക്കാലും സ്തോത്രം. ശത്രുവാകുന്ന സാത്താനുകാൽ കീഴാക്കുവാൻ തക്കണം ഈ തീ ഞങ്ങളെ സഹായിക്കുന്നതിനാലും സ്തോത്രം ചെയ്യുന്നു. സകല സാധ്യങ്ങളെ സാധ്യമാക്കി തരുവാൻ തക്കണം കർത്താവ്. ഈ തീ ഞങ്ങളെ സഹായിക്കുന്നതിനാലും സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവത്തിന്റെ ആലോചനകളും ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി നന്മയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന നാളടക്കേണ്ട ആരാധനകളെയും കർത്താവ് ഭാരമേറ്റ് അനുഗ്രഹമാക്കി തീർക്കണമേ. തുടർന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കും. വരുവാനായിട്ട് ഒരിക്കൽ കാത്തുകൊള്ളും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Praise the Lord, 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 praise the Lord. Now may the grace of the Lord Jesus Christ, love of Father, and the sweet fellowship of the Holy Spirit rest and abide with us all now and until Jesus Christ returns in His glory.
Hallelujah. 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 Praise the Lord. May God bless you all. Praise the Lord.